നമ്മൾ അപ്പോൾ ഒന്ന് വെറുതെ പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങാം കേട്ടോ. വേറെ ആരില്ല, ഞാനും ഉണ്ട്, ശരത്തും ഉണ്ട്. അപ്പോൾ പുറത്ത് വന്ന് താഴത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ കണ്ണനെയും കൂട്ടിയിട്ട് നമ്മൾ ബൺ ബോയ് പോയിട്ട് മറ്റേ ക്രീം ബണ്ണൊക്കെ കഴിച്ച സമയത്ത് വീട്ടുകാരും ഇടത്തിയമ്മയും ഒക്കെ പറഞ്ഞു എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു കൂടെ മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് ബൺ ബോയ് ഓപ്പൺ ആണെങ്കിൽ അവിടെ പോയിട്ട് ക്രീം ബണ്ണും മേടിക്കുക. പിന്നെ പാറുവിന് ഒരു ഗെയിം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടുമോ നോക്കാം ടോയ് ഷോപ്പ് പോയിട്ട്. അപ്പോൾ ഒന്ന് മാളിലൊക്കെ പോകണം. അപ്പോൾ ഇന്നത്രയൊക്കെ പരിപാടിയുള്ളൂ. അപ്പോൾ ആ വ്ളോഗൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കമാൺ പോവാം. അങ്ങനെ ഷൂ ഒക്കെ എടുത്ത് താഴ്ത്തിയപ്പോൾ നമ്മുടെ ശരത്ത് വന്നിട്ടോ അവൻ്റെ റോയൽ എൻഫീൽഡായിട്ട്. അപ്പോൾ ഇന്നൊരു റോയൽ റൈഡാണ് നമ്മുടെ കോഴിക്കോട്ട് കൂടെ. ഈ നൈറ്റ് നമ്മുടെ കോഴിക്കോട് കാണാൻ ഒടുക്കത്തെ ലുക്ക് കേട്ടോ, ഒടുക്കത്തെ ട്രാഫിക്. അങ്ങനെ ഈ ട്രാഫിക് കൂടെ ഒക്കെ ഇഞ്ഞ് വലിഞ്ഞ് ഒരു വിധത്തിൽ നമ്മൾ ഗോകുലം മാളിലെത്തി. അങ്ങനെ നേരെ കയറ്റി പാർക്കിങ്ങിലേക്ക്, ഒടുക്കത്തെ തിരക്കായിരിക്കുന്ന വിചാരിച്ചു. അപ്പോൾ വിചാരിച്ച അത്ര പാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ വീഡിയോ എടുത്ത് നടക്കുന്ന എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കാർക്ക് അറിയില്ലല്ലോ ഒരു സക്സസ്ഫുൾ വ്ളോഗർ ആവാനുള്ള കഷ്ടപ്പാട്. ഓരോന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ രണ്ടാണ് വീഡിയോ എടുത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരുവിധം ഷോപ്പുകളിലൊക്കെ ഫ്രീഡം ഓഫർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഡിപെൻഡൻ്റ് ഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ടോയ് ഷോപ്പിലേക്കാട്ടോ, നമ്മുടെ പാറൂട്ടിന് ഒരു ബോർഡ് ഗെയിം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ സാധനം സ്റ്റോക്കില്ല. അപ്പോൾ വന്ന സ്ഥിതിക്ക് മൊത്തത്തിലൊന്ന് അരിച്ചു പെറുക്കി കളാന്ന് കരുതി. അങ്ങനെ മൊത്തത്തിൽ അരിച്ചു പെറുക്കിയെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടെ കണ്ടത് നമ്മൾ പണ്ടേ നോട്ടിട്ട് വെച്ചൊരു ഗെയിമുണ്ട്, ഈ ഫിഷിനെ ചൂണ്ടിട്ട് പിടിക്കുന്ന പരിപാടി. ഇത് പണ്ടേ നോട്ടിട്ട് വെച്ചാണ് എന്തായാലും നമുക്ക് ഒരു ദിവസം മേടിക്കുക. ഇവിടെ ടോയ്സിൻ്റെ ഒരു ഒന്നൊന്നര ലോകം തന്നെ കേട്ടോ. എന്തൊക്കെയോ ടോയ്സാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ വെച്ച് പിള്ളേർ എങ്ങനെയാണ് കളിക്കുന്നത്, എന്താ കളിയാണ് കളിക്കുന്നതെന്ന് കൂടി അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ നടക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് ഗെയിംസ് ഒക്കെ കണ്ടിട്ടോ. ഇവിടെ മറ്റേ മരത്തിൻ്റെ കട്ട ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ട് പതിയെ ഓരോന്ന് വലിച്ചെടുക്കുന്ന, ഇതിൻ്റെ പേര് കൃത്യം എനിക്കറിയില്ല. അറിയാവുന്നവർ താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ കാറിൻ്റെ സെക്ഷനിലേക്ക്. ഇതാട്ടോ നമ്മുടെ ഫേവറേറ്റ്. ഇത് ഹോട്ട് വീൽസ് അല്ല, വേറെ ഏതോ കമ്പനീൻ്റെയാണ് സാധനം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ട് ഈ സമയത്ത്. അപ്പോൾ വേണ്ടവർ വന്ന് നോക്കുക. പോർഷ്യ, പോളോ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് പോളോ അല്ല കേട്ടോ, പോളോൻ്റെ ഒരു ഭ്രാന്തൻ്റെ കൂടെ ഉണ്ട്. പോളോ ആണെങ്കിൽ എന്തായാലും ഓനിത് മേടിക്കുക മുമ്പ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മാർവലിൻ്റെ സെക്ഷനിലേക്കാണ്. ഈ ഹൾക്കിൻ്റെ ഫാനാ? ഈ ആരെ ഫാനാ മാർവലിൽ? അയൺമാനാ? തോർ, ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക, സ്റ്റീവ് റോജേഴ്സ്. പക്ഷെ മറ്റേ സാധനം അത് ഒരു കോമിക് ലുക്ക്. ഇവിടുത്തെ ഒട്ടുമിക്ക ടോയ്സ് നമുക്ക് കളിച്ച് ട്രയലും നോക്കട്ടെ. അതിൻ്റെ ഭാഗമായിട്ട് നിലത്ത് കിടക്കുന്ന ഞാൻ തോന്നി ഈ ഫുട്ബോൾ. അപ്പം ഞാനും കുറച്ച് നേരം തട്ടി കളിച്ച്, പിന്നെ അവിടുത്തെ ആളുകൾ വരുന്നതിന് മുന്നേ സാധനം സൈഡാക്കി നമ്മൾ അടുത്ത പരിപാടി നോക്കിട്ടോ. അങ്ങനെ ഇവിടുത്തെ ഒരുവിധം ടോയ്സ് മുഴുവൻ കണ്ടിട്ട് കുട്ടിക്ക് മേടിച്ച് കൊടുക്കാനല്ല, ഈ സ്വന്തമായിട്ട് നമുക്ക് മേടിച്ച് നമ്മുടെ കളക്ഷനായിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് തോന്നുന്നത്. ഈ ക്യാരക്ടേഴ്സിനെ എനിക്ക് നല്ല പരിചയം കിട്ടും. ഏതോ ചാനൽ ഞാൻ മുന്നേ കണ്ട കാർട്ടൂണിലുള്ള പോലെ. കുറുനരിയോ? കുറുനരി ഡോറയെന്നല്ല അത്. ഓൻ പറയുന്ന ഡോറാവൂജിയിലെ കുറുനരിയാണ് ആ കുറുക്കെന്നാ പറയുന്നത് കേട്ടോ. ഏതോ വലിയ കാർട്ടൂണിലെ ടീംസാണ്. ഇത് കാണുന്ന പിള്ളേർ അവനെ പിടിച്ച് അടിക്കാതെ നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ ഞാൻ ഓരോ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി കയറി. വേറെ ഒന്നുണ്ടല്ലോ, ഈ ബുക്കുകളോടുള്ള ഇഷ്ടം കൂടി വരികയാണല്ലോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുസ്തകങ്ങളുടെ കളക്ഷൻ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി പതിയെ മുന്നോട്ട് നടക്കുമ്പോൾ കോമിക് ബുക്കുകളുടെ വലിയൊരു കളക്ഷൻ കിടക്കുന്നുണ്ട്. ഈ വൺ പീസിൻ്റെ ഈ വലിയ സെറ്റ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട്? നമ്മുടെ കാർത്തിക് ബ്രോൻ്റെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഷസാം ബ്രോയ്ക്ക് കാർത്തിക് ബ്രോ ഒരു തവണ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഇതാണ്. അങ്ങനെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ധാരാളം ഉണ്ട്. ഈ ഒരു സെക്ഷനിലെത്തിയപ്പോൾ ഞാൻ കുറച്ചേരം സ്ട്രെക്ക് ആയി പോയിട്ടോ. വേറെ ഒന്നും ഉണ്ടല്ല, ഇതാരും അറിഞ്ഞ് ഇവിടെ വെച്ചതുപോലെ അടുപ്പിച്ചിട്ട്. അങ്ങനെ ഞാനും അവനും കൂടെ ക്യാമറയൊക്കെ ഓണാക്കി മാളിൻ്റെ ഉള്ളിൽ കൂടെ ചാറാ പാറ കഥ പറഞ്ഞ് നടക്കുകയാണ്. ഈ ക്യാമറ ഓണാക്കി നടക്കുന്നതുകൊണ്ട് ഇവന്മാർക്ക് പ്രാന്താന്നിട്ട് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ ആയാലും സാരമില്ല, ഞങ്ങൾ വീഡിയോ എടുക്കും, നമുക്ക് വേണ്ട രീതിയിലുള്ള വ്ളോഗൊക്കെ നമ്മൾ എടുക്കും എന്നുള്ള മൈൻഡിലാട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മൊമോസ് വാങ്ങാനാട്ടോ. കാരണം അവർക്ക് ക്രീം ബണ്ണ് വാങ്ങാനാണ് വിചാരിച്ചത്. പക്ഷേ ഇവർക്ക് ആർക്കും അത് വേണ്ട മധുരമായതുകൊണ്ട് മൊമോസ് കഴിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അത് കഴിച്ചില്ല. അപ്പോൾ അത് മേടിച്ച് കൊടുക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ സാധനം വീട്ടിൽ കൊടുത്തിട്ട് നേരെ എല്ലാവരെയും വിളിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ബിന്ദേച്ചിനെ വിളിച്ച്, ബിന്ദേച്ചിയും വന്ന്. ഒരാളോട് ഉണ്ട് പ്രിയേച്ചി. പ്രിയേച്ചിക്ക് പനിയായിട്ട് കിടക്കണം, അതുകൊണ്ടാണ് പ്രിയേച്ചി വരാത്തത്. അങ്ങനെ അട്ടിയമ്മേനെയും പാറുവിനെയും എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ പതിയെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ സാധനം എന്താണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇത് ഡ്രൈഡ് മൊമോസ്, ഇത് ഷെസ്വാൻ മൊമോസ്. അങ്ങനെ ഐറ്റത്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് ഐറ്റം ഒരു ചൈനീസ് ഡിഷാന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം എല്ലാവരും ഷെസ്വാനാണ് എടുത്ത് കഴിച്ചത്. അതിന്റെ കളറൊക്കെ കണ്ടിട്ട് എടുത്ത് കഴിച്ചാൽ കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് സ്പൈസിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടി ഒന്ന് കൂടുതൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള വരുന്ന ഐറ്റമാണ്. അപ്പോൾ എരിവ് കാരണം അവരെല്ലാവരും പതി അത് നിർത്തി നേരെ ഫ്രൈഡ് മൊമോസിലേക്ക് കയറി കേട്ടോ. മീനാക്ഷിക്ക് ഒട്ടുക്കത്തെ എരിവ് കാരണം ഓള് പിന്നെ കഴിക്കാൻ നിന്നില്ല കേട്ടോ സാധനം. പിന്നെ ഓൾ അധികം ഫ്രൈഡ് മൊമോസാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഫ്രൈഡ് മൊമോസിന്റെ കൂടെ വരുന്ന സോസ് ഇവരാരും അധികം അങ്ങനെ കൂട്ടിയില്ല. പിന്നെ അടുത്തമ്മേൻ്റെ അടുത്ത് ഇത് ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ സമയത്ത് മുപ്പത്തിയാണ് അതിൻ്റെ കൂടെ വരുന്ന മയണൈസും പിന്നെ ഈ എന്താ പറയുക സോസൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് എല്ലാവർക്കും കിട്ടിയത് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.